കോടതി മുമ്പാകെ സത്യം ബോധിപ്പിക്കാം. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ചേനപ്പറമ്പ് വാക്യമേ തോമസ് കുട്ടി ഒരു പുണ്യവാനാണ്. ബൈബിളൊക്കെ ശരിക്കറിയാമോ? എല്ലാ ദിവസവും ബൈബിളൊക്കെ വായിക്കാറുണ്ടോ? എല്ലാ ദിവസവും വായിക്കാറില്ല. ക്രിസ്മസിനും ന്യൂ ഇയറിനും ഈസ്റ്ററിനും പിന്നെ ഏർലി ബേർഡ്സിന്റെ ദിവസം വായിക്കാൻ പോകുന്ന അമ്മച്ചി പറഞ്ഞത്. ഒബ്ജക്ഷൻ യുവർ ഓണർ. കേസുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ പ്രോസിക്യൂട്ടർ വക്കീൽ എന്റെ കക്ഷിയെ മനഃപൂർവ്വം അവമാനിക്കാൻ ശ്രമിക്കുകയാണ്. Objection sustained. താങ്ക് യു. ആട്ടെ, സോഫിയെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. താൻ സോഫി കേട്ടോ? ആ സോഫിയെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. താൻ എന്താ കൊടുക്കുന്നത്? ഒരു ഉമ്മ കൊടുത്തു. എടോ, കഴിക്കാൻ എന്ത് കൊടുത്തു എന്നാ ചോദ്യം. ഒരു കിറ്റ്കാറ്റ് ചോക്ലേറ്റ് കൊടുത്തു. അതെന്താ താൻ ഒളിച്ചു വെച്ചിരുന്നത്? ഏതുതരം മയക്കമരുന്ന് താൻ ഒളിച്ചു വെച്ചിരുന്നത്? അയ്യോ, ഞാൻ അങ്ങനെ ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. ഒരു മയക്കുമരുന്ന് കൊടുത്തുമില്ല. ഇത് തന്നെ മയക്കാനാണെന്ന് സോഫിയോട് പറഞ്ഞില്ലേ? മയക്കാനാണെന്ന് പറഞ്ഞത്, പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, പറഞ്ഞോ ഇല്ലയോ അതാണ് ചോദ്യം. യെസ് ഓർ നോ? യെസ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്റെ കക്ഷിയെ മനഃപൂർവ്വം കുറ്റക്കാരനാക്കാനുള്ള ശ്രമത്തിലാണ് പ്രോസിക്യൂട്ടർ വക്കീൽ. ഒരു ചോക്ലേറ്റ് കൊടുത്തുന്ന നേരാണ്. സോഫിയായും തോമസ് കുട്ടിയുമായി അഗാധമായ പ്രേമത്തിലാണ്. അതിന്റെ ഒരു സമാനമായ ഒരു ചോക്ലേറ്റ് കൊടുത്തതിന് ഇതിന് മാത്രം ഇതിൽ കൂടുതൽ അർത്ഥമൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ കക്ഷിയുടെ ഉദ്ദേശം വളരെ ആത്മാർത്ഥമായിരുന്നു. Objection overruled. You may Thank you, continue. ആട്ടെ, ഈ ഒരാഴ്ച കാലത്ത് സോഫിയയ്ക്ക് വീട്ടിൽ പോയി പിതാവിനും ഫാമിലി ഒക്കെ കാണാൻ പറഞ്ഞു. സോഫിയ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അതിന് ഒരു റിക്വസ്റ്റ് ചെയ്തിരുന്നു. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ പോയാൽ മതിയെന്ന് പറഞ്ഞിരുന്നു. അത് ഫോഴ്സ് ചെയ്ത് താമസിപ്പിച്ചു. അതല്ലേ സംഭവിച്ചത്? ഫോഴ്സ് ചെയ്തതല്ല, സോഫിയയുടെ ഇഷ്ടപ്രകാരം. നിങ്ങൾ ഫോഴ്സ് ചെയ്ത് താമസിപ്പിച്ചപ്പോൾ സോഫിയ ഫൈറ്റ് ബാക്ക് ചെയ്തു, നിങ്ങളെ ആക്രമിച്ചു, ഇല്ലേ? അങ്ങനെ ഒരു സംഭവം നടന്നു. റെസിസ്റ്റ് ചെയ്തിട്ടേ ഇല്ല. ഒരു സംഭവം ഇല്ല. ഇല്ല. ആ ബട്ടൺ നയിച്ചേ, ആ 2 ബട്ടൺ നയിച്ചേ. എന്താണ് ഈ നഖത്തിന്റെ പാടുകൾ? സോഫിയ റെസിസ്റ്റ് ചെയ്തതിന്റെ അടയാളമല്ലേ? എന്റെ വക്കീലെ, ഇത് സോഫിയയുടെ സ്നേഹ സമ്മാനമാണ്. Order, order. എന്റെ ചുമ്മാ, ഞാൻ കല്യാണം കഴിച്ചിട്ട് കുറെ നാളായിടൂ, എനിക്ക് ഇത്ര നഖത്തിന്റെ പാടുള്ള സ്നേഹ സമ്മാനങ്ങളൊന്നും ഇല്ലല്ലോ. മിസ്റ്റർ വടക്കൻ, അത് താങ്കളുടെ കഴിവുകേട്. അത് ഈ കോടതി Order, ഇതുപോലെ order. എന്റെ നെഞ്ചിൽ പല പാടുകളും കാണാൻ പറ്റും. ശരി കാണണോ? എന്റെ ഭാര്യ താടനങ്ങളായിരിക്കും. Your Honor, IPC section 363 for drugging. IPC 364A, kidnapping. IPC section 366, forcing to marry against her will. And IPC 490A, mental harassment and torture. ഈ 4 കൗണ്ടിലും പ്രതി തോമസ് കുട്ടി കുറ്റക്കാരനാണെന്ന് സംശയാസ്പദമായി തെളിഞ്ഞ സാഹചര്യത്തിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകി ഉത്തരവുണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. That's all your honor. ഡിഫൻസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറയാനുണ്ടോ? യെസ് യുവർ ഓണർ. വാദിയായ സോഫിയെ വിസ്തരിക്കാനുള്ള പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കുന്നു. Permission granted. കോടതി മുമ്പാകെ സത്യമേ ബോധിപ്പിക്കാം. എന്താ കുട്ടിയുടെ പേര്? സോഫിയ മാത്രം. ആ പ്രതിപ്പെട്ട് നിൽക്കുന്ന മനുഷ്യൻ അറിയാമോ? അറിയാം. ചേനപ്പറമ്പിൽ വക്കീമാണെന്ന് തോമസ് കുട്ടി. അങ്ങനെ നാട്ടുകാരനൊന്നും അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധം നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ? പള്ളിക്കാരനായിരുന്നുള്ള രീതിയിൽ അറിയാം. പള്ളി വേറെ എത്ര ചെറുപ്പക്കാരെ അറിയാം സോഫിയയ്ക്ക്? ഒബ്ജക്ഷൻ ഓണർ. ഡിഫൻസ് വക്കീലെ എന്റെ കക്ഷിയെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കുക. Objection sustained. Defense lawyer, കേസിന് ബന്ധമുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കാവൂ. താങ്ക് യു ഓണർ. യെസ് യുവർ ഓണർ.
അതാണ് ശരി. അപ്പോൾ നാട്ടിലുള്ള ചെറുപ്പക്കാരും പള്ളിയിലുള്ള ചെറുപ്പക്കാരും തോമസ് കുട്ടിയും സോഫിയയ്ക്ക് ഒരുപോലെയാണ് നടത്തം അല്ലേ? അങ്ങനെയാണെങ്കിൽ സോഫിയ എത്ര ചെറുപ്പക്കാർ ഇത്രയും കാലപ്പെട്ട പ്രേമലേഖനങ്ങൾ എഴുതി ഒബ്ജക്ഷൻ യുവർ ഓണർ. വീണ്ടും ഡിഫൻസ് വക്കീൽ എന്റെ കക്ഷിയെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യാണ്. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. ഡിഫൻസ് അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കി കാര്യത്തിലേക്ക് പ്രവേശിക്കുക. താങ്ക് യു ഓണർ. യുവർ ഓണർ, ഞാൻ കാര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്റെ കക്ഷി തോമസ് കുട്ടിക്ക് എഴുതിയ പ്രേമലേഖനങ്ങളാണ് എന്റെ കൈവശമിരിക്കുന്നത്. സോഫിയക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ പ്രേമലേഖനങ്ങളെ കുറിച്ച് കോടതികൾ? ഞങ്ങൾ സ്നേഹത്തിലായിരുന്നു. അതായത് നിങ്ങൾ തമ്മിൽ പ്രേമത്തിലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീട് വിട്ടുപോയത്. അതല്ലേ ശരി? അല്ലാതെ തോമസ് കുട്ടി ചോക്ലേറ്റിൽ മയക്കുമരുന്ന് നൽകി തട്ടിക്കൊണ്ടുപോയതല്ല. ശരിയല്ലേ? അല്ല, തോമസ് കുട്ടി മയക്കുമരുന്ന് നൽകി തട്ടിക്കൊണ്ടുപോയതാണ്. എന്റെ കക്ഷി തോമസ് കുട്ടി ചോക്ലേറ്റിൽ സോഫിയയ്ക്ക് മയക്കുമരുന്ന് നൽകിയിട്ടില്ല. തോമസ് കുട്ടി സോഫിയയെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. അങ്ങനെ നിങ്ങളുടെ സ്നേഹത്തിന്റെ സാഫല്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ വീട് വിട്ടുപോയത്. അതായത് ഈ കേസ് സോഫിയയുടെ പേരൻസ് സോഫിയയെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് സൈൻ ചെയ്ത് സമർപ്പിക്കപ്പെട്ട ഒരു കേസ് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ശരിയല്ലേ സോഫിയ? എന്റെ കക്ഷി തോമസ് കുട്ടിക്കെതിരായി ഈ കേസ് കെട്ടിച്ചമയ്ക്കപ്പെട്ടതും തികച്ചും അടിസ്ഥാനരഹിതവുമാണ്. അതിനാൽ എന്റെ കക്ഷി തോമസ് കുട്ടിയെ നിരപരാധി എന്ന് കണ്ട് നിരുപാധികം വിട്ടയക്കുവാനും സോഫിയയ്ക്കും സോഫിയയുടെ പേരൻസിനും എതിരായിട്ട് മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യുവാൻ തോമസ് കുട്ടിക്ക് അനുവാദം നൽകണമെന്നും ഈ അവസരത്തിൽ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കോടതി രണ്ട് ഭാഗത്തെയും വിചാരണ കേട്ടു. കോടതി വിധി കൽപ്പിക്കാൻ ശരിയായ ഒരു തീരുമാനത്തിൽ എത്താൻ സാധിക്കാത്തതിനാൽ ഞാൻ സോഫിയോടെ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്. സോഫി, കുട്ടി പറഞ്ഞതനുസരിച്ച് നിങ്ങൾ രണ്ടുപേരും ശരിയായ സ്നേഹത്തിലാണ്. കുട്ടിക്ക് പ്രതിഭാഗം നിൽക്കുന്ന തോമസ് കുട്ടിയെ ജീവിത പങ്കാളിയാക്കാൻ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. Be quiet, please. തോമസ് കുട്ടി, തനിക്ക് സോഫിയെ തന്റെ ജീവിത പങ്കാളിയാക്കാൻ ഇഷ്ടമാണോ? 100 ഒട്ടും ഇഷ്ടമാണ് എന്റെ ചേച്ചിയമ്മേ. ഞാൻ എവിടുത്തെ വക്കീലാണ്? എന്റെ മോനാണ് അവിടെ നിന്ന് തട്ടിക്കൊണ്ട് എന്റെ ഭാര്യ പോലും ഇങ്ങനെ എന്നോട് സംശയിച്ച് ചോദിച്ചിട്ടില്ല. ഈ പക്ഷേ എന്നെ കണ്ടുപോയി എന്റെ ഫീസ് 25,000 50 ഞങ്ങളോട് പറയും. 50% എന്റെ ഫീസ് കിട്ടിയില്ലേ?